ആദ്യം ലെബിയിലേക്ക് പോകുന്നു. ലെബി, ഇപ്പോൾ പോലീസ് എടുത്ത കേസിൽ കമ്മീഷണർ പുട്ടവിമലാദിത്യയുടെ പ്രതികരണം നമ്മൾ കേട്ടു. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ വേടന്റെ മാനേജർക്ക് സ്ഥിരമായിട്ട് കഞ്ചാവ് സപ്ലൈ ചെയ്തിരുന്ന ഒരാൾ, ആഷിഖ് എന്ന പേരുള്ള ഒരാളുണ്ട്. അയാളിലേക്ക് അന്വേഷണം പോകുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഇപ്പോൾ എഫ്ഐആറിൽ രണ്ടാം പ്രതിയായി വേടനെ ചേർത്തിരിക്കുന്ന സാഹചര്യത്തിൽ ലഹരി ഉപയോഗത്തിനും അതുപോലെ തന്നെ ഗൂഢാലോചനയ്ക്കും കേസെടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പ്രതികരിച്ചിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾ കിട്ടാനുണ്ട്. സിനിമയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. എന്നാൽ എല്ലാ രീതിയിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. വിശദമായ അന്വേഷണം നടത്തി ഈ കേസുമായി ലഭിക്കാവുന്നത്രയും വിവരങ്ങൾ തേടും. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തും എന്നുള്ള പ്രതികരണം തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇന്നലെ കേസ് രജിസ്റ്റർ ചെയ്ത് ജാമ്യത്തിൽ വിട്ടുവെങ്കിലും ഇപ്പോൾ വനംവകുപ്പിന്റെ അന്വേഷണം നടക്കുകയാണ് ഒരു ഭാഗത്ത്. എങ്കിൽ പോലും പോലീസിന്റെ അന്വേഷണം ഇപ്പുറത്ത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് വ്യാപകമായി തന്നെ നടക്കും. അതിൽ പൊതുജനങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷനൊക്കെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തും. എന്നാലും റാപ്പർ വേടന്റെ കേസിൽ കൂടുതൽ വിശദമായ അന്വേഷണം തന്നെ നടത്തും എന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നടത്തിയിരിക്കുന്നത്. ഡോക്ടർ അരുൺ. ഓക്കെ, ഇപ്പോൾ ശരൺ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരൺ, വനം വകുപ്പെടുത്ത കേസ് കുറച്ചുകൂടി ഗൗരവമുള്ളൊരു വിഷയമായി മാറുന്നുണ്ട്. അതിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ കോടതിക്ക് ജാമ്യം നൽകാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. ഹൈക്കോടതിയിൽ പോകേണ്ടി വരും. നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ വേടൻ നമ്മളോട് പ്രതികരിച്ചിട്ടില്ല. വേടൻ പറയുന്നത് തനിക്ക് രഞ്ജിത്ത് കുമ്പിടി അറിയില്ല എന്നാണോ? രഞ്ജിത്ത് കുമ്പിടിയാണ് തനിക്ക് പുലി പല്ല് നൽകിയത് എന്നാണ് നേരത്തെ പറഞ്ഞതായിട്ട് അറിയുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? വനംവകുപ്പിന്റെ നീക്കം എന്താണ്? അരുൺകുമാർ, പുലിപ്പല്ല് നൽകിയത് രഞ്ജിത്ത് കുമ്പിടിയാണെന്നുള്ളത് നേരത്തെ ഇയാൾ മൊഴിയാൻ നൽകിയിരുന്നതാണ്. പക്ഷെ അത് പരസ്യമായിട്ട് സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ ചോദിച്ചപ്പോൾ അത് അറിയില്ല എന്നുള്ളതാണ്. രഞ്ജിത്ത് കുമ്പിടിയെ അറിയില്ല എന്നുള്ള കാര്യമാണ് പ്രധാനമായും വേടൻ മറുപടി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മാല നൽകിയത് ആരാണെന്നുള്ള ചോദ്യത്തിൽ, ഈ ലോക്കറ്റ് നൽകിയത് ആരാണെന്നുള്ള ചോദ്യത്തിനും കൃത്യമായി മറുപടി പറയാൻ വേടൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഇപ്പോൾ റേഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കോടനാട് റേഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നേരത്തെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ വെച്ച് വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നതാണ്. അങ്ങനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ രഞ്ജിത്ത് കുമ്പിടി എന്നുള്ള പേര് പറയുന്നത്. അത് മലേഷ്യൻ പൗരത്വമുള്ള തമിഴ് വംശജനായിട്ടുള്ള രഞ്ജിത്ത് കുമ്പിടിയാണ് കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ തനിക്ക് പുലിപ്പല്ല് കൈമാറിയത് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വെച്ചാണ് കൈമാറിയെന്നുള്ള വിശദമായ മൊഴിയടക്കം നൽകിയിരുന്നതാണ്. പക്ഷേ പരസ്യമായിട്ട് അത് ചോദിക്കുമ്പോൾ അത് പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഹണ്ടിങ് അടക്കമുള്ള വകുപ്പുകൾ ഉണ്ടെന്നുള്ളതാണ് അല്പസമയം മുമ്പ് റേഞ്ച് ഓഫീസർ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. കാരണം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിന് പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഹാജരായി കഴിഞ്ഞാൽ റിമാൻഡ് നടപടികളിലേക്ക് പോകും. റിമാൻഡിലായി കഴിഞ്ഞാൽ അടുത്ത് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കം കൂടി ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്ന്, അതായത് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഈ രഞ്ജിത്ത് കുമ്പിടിക്കായുള്ള അന്വേഷണവും വനം വകുപ്പ് ഊർജിതമാക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ രഞ്ജിത്ത് കുമ്പിടിയെ സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുള്ള നീക്കം കൂടിയാണ് ഇപ്പോൾ വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് തുടരുന്നത്. എന്തായാലും ഈ പോലീസിന്റെ കേസുമായി ബന്ധപ്പെട്ട്, കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട മറ്റ് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നതാണ്. അതിൽ പ്രധാനമായും ഈ വേടന്റെ മാനേജർ തന്നെ മൊഴി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. വേടന്റെ മാനേജർ നിരന്തരമായിട്ട് കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളെന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഈ വേടന്റെ മാനേജർക്കാണ് ഈ കഞ്ചാവ് എത്തിച്ചു നൽകിയത്. ആ കഞ്ചാവ് എത്തിച്ചു നൽകിയത് ചാലക്കുടി സ്വദേശിയായ ആഷിഖാണ്. ചാലക്കുടി സ്വദേശിയായ ആഷിഖ് ഈ സിനിമ അസിസ്റ്റന്റ് വഴിയാണ് ആഷിഖ് ഈ കഞ്ചാവ് എത്തിച്ചു നൽകിയത് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഈ ചാലക്കുടി സ്വദേശിയായ ആഷിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഈ സിനിമ അസിസ്റ്റന്റ് നിരന്തരം വേടന്റെ മാനേജർ ബന്ധപ്പെട്ടിരുന്ന ഈ സിനിമ അസിസ്റ്റന്റിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുന്നത്. എന്തായാലും ഇന്നലെ 9 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരുന്നത്. രണ്ടാം പ്രതിയാണ് വേടൻ. ഇതിനൊപ്പമാണ് മറ്റ് 8 പേർ കൂടി ഉണ്ടായിരുന്നത്. ഈ 8 പേരിൽ ഒരാളാണ് ഈ വേടന്റെ മാനേജർ. ആ വേടന്റെ മാനേജർ തന്നെയാണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. തനിക്കാണ്, അതായത് ഈ സംഘത്തിന് വേണ്ടി കഞ്ചാവ് തനിക്കാണ് എത്തിച്ചു നൽകിയത്. അതിനുശേഷമാണ് ഈ ലഹരി ഉപയോഗത്തിലേക്ക് കടക്കുന്നതെന്നുള്ള മൊഴിയടക്കമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ശരണാണ് നമുക്കിപ്പം ചേർന്നത്. അല്പസമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കും. എനിക്ക് തോന്നുന്നു 11 മണിയോടുകൂടി റേഞ്ച് ഓഫീസിൽ നിന്നും കോടനാട്ടിൽ നിന്നും കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതല്ലേ?
അല്പസമയത്തിനകം തന്നെ അരുൺകുമാർ ഇവിടുന്ന് കൊണ്ടുപോകും. നമ്മൾ പ്രധാനമായും ഇന്നലെ രാത്രി മുഴുക്കെ തന്നെ ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ആണ് ഇവിടെ റേഞ്ച് ഓഫീസിലേക്ക്, അതായത് കോടനാട് റേഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചേരുന്നത്. അല്പസമയം മുമ്പ് കോടനാട് റേഞ്ച് ഓഫീസറും ഇവിടേക്ക് എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ കൂടിയാണ് മറ്റ് നടപടിക്രമങ്ങൾ കൂടി ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അത് പൂർത്തിയായിക്കൊണ്ട് കോടതിയിലേക്ക് എത്തിക്കാൻ, അതായത് 11 മണിയോട് കൂടി തന്നെ ഇവിടെ നിന്ന് കോടതിയിലേക്ക് പോകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു 12 മണിയോട് കൂടി പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കുകയും അതിനുശേഷമായിരിക്കും റിമാൻഡ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. എന്തായാലും 2 നിലയിലുള്ള വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വേടന്റെ അറസ്റ്റ്, അതായത് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ പോലീസ് വിട്ടിട്ടുണ്ടെങ്കിൽ പോലും കൂടുതൽ കുരുക്കായി മാറിയത് ഈ പുലിപ്പല്ല് ലോക്കറ്റാണ്. അപ്പോൾ അത് നേരത്തെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ആ ലോക്കറ്റ് ലഭിക്കുന്നത്. അത് പിന്നീട് വനംവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് കോടനാട് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം ആ ഫ്ളാറ്റിലെത്തി ആ പുലിപ്പല്ല് പരിശോധിക്കുന്നത്. അത് യഥാർത്ഥ പുലിപ്പല്ലാണ് എന്നുള്ളൊരു അനുമാനത്തിലേക്ക് എത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ആ കേസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി സ്റ്റേഷൻ ജാമ്യം അനുവദിക്കുക എന്നുള്ളത് സാധ്യമല്ല. സ്വാഭാവികമായിട്ടും കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. എന്തായാലും ഈ രഞ്ജിത്ത് കുമ്പിടി അടക്കമുള്ളവർക്കായുള്ള കൂടുതൽ അന്വേഷണത്തിലേക്ക് കൂടിയാണ് ഇപ്പോൾ വനം വകുപ്പ് കടക്കുന്നത്. ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം, അതായത് വേടനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും ആ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് വനം വകുപ്പ് നിലവിൽ പറയുന്നത്. എന്തായാലും രഞ്ജിത്ത് കുമ്പിടിയെ കണ്ടെത്തേണ്ടതുണ്ട്. ഇയാൾ എവിടെയാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ പുലിപ്പല്ല് എവിടെ നിന്നാണ് എത്തിച്ചതെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഈ ഹണ്ടിങ് അടക്കമുള്ള വകുപ്പുകൾ, ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ഇപ്പോൾ വേടനെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഇതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഒരു വശത്ത് പോലീസിന്റെ അന്വേഷണവും തുടരുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത് ഈ കഞ്ചാവ് എത്തിച്ചു നൽകിയത് ചാലക്കുടി സ്വദേശിയായ ആഷിഖാണെന്നുള്ളതാണ്. ഈ ആഷിഖിനായുള്ള വലിയ അന്വേഷണവും പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടരുകയാണ്. ഇയാൾ കേരളത്തിലുണ്ടോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കടന്നോ എന്നുള്ള കാര്യങ്ങളടക്കം വ്യക്തത വരുത്താനുള്ള പരിശോധനകൾ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടരുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു വശത്ത് വനം വകുപ്പ് വേടനുമായി കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. ശരണം ലേബി സജീന്ദ്രനുമാണ് നമുക്കൊപ്പം ചേർന്നത്. അല്പസമയത്തിനുള്ളിൽ വേടനെ കോടതിയിൽ ഹാജരാക്കുമെന്നറിയുന്നു. നേരത്തെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് റേഞ്ച് ഓഫീസിലേക്ക് വേടനെ എത്തിക്കുമ്പോൾ വേടൻ പ്രതികരിച്ചത് ഒരിക്കൽ കൂടി നമുക്കൊന്ന് കണ്ടുവരാം. വേടന്റെ മാല എവിടുന്ന് കിട്ടിയാണ്? വേടൻ മാല എവിടുന്ന് കിട്ടിയാണ്? ഈ പല്ല് എവിടുന്ന്? പുലിപ്പല്ല് എവിടുന്ന്? ഇപ്പൊ ഒന്നും പറയാൻ ഒരു വകുപ്പില്ല മക്കളെ. ഈ രഞ്ജിത്ത് കുമ്പിടി അറിയോ? എനിക്കറിയില്ല. രഞ്ജിത്ത് കുമ്പിടി അറിയുമോ എന്ന വളരെ സ്പെസിഫിക് ചോദ്യത്തോടും തനിക്കറിയില്ല എന്നാണ് ഇപ്പോൾ വേടൻ മറുപടി നൽകിയിരിക്കുന്നത്. റേഞ്ച് ഓഫീസർ അധീഷ് ആറിന്റെ ഓഫീസിലാണ് ഇപ്പോൾ വേടനുള്ളത്. വേടനെ അല്പസമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കും. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അല്പസമയത്തിനുള്ളിൽ ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. ഹണ്ടിങ് അടക്കമുള്ള കുറ്റകൃത്യം കൂടി ഒരുപക്ഷെ ചുമത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ വലിയ രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ വേടൻ അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. ഇടതുപക്ഷ പ്രൊഫൈലുകളിലടക്കം ഇതേപോലെയല്ല ഈ കേസ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന മട്ടിലുള്ള പ്രതികരണങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വേടനെ റേഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചിരുന്നു. റേഞ്ച് ഓഫീസിൽ നിന്നും ഇനി കോടതിയിലേക്ക് എത്തിക്കും. തനിക്ക് രഞ്ജിത്ത് കുമ്പിടി അറിയില്ല എന്ന് പറയുന്നു. അതേസമയം തായ്ലൻഡിൽ നിന്ന് കിട്ടിയതാണ് ഈ പുലിപ്പല്ല് എന്ന് ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ രഞ്ജിത്ത് കുമ്പിടി എന്ന മലേഷ്യൻ പൗരത്വമുള്ള തമിഴ്നാട്ടിലെ ഒരു ആരാധകൻ തനിക്ക് സമ്മാനിച്ചതാണെന്നാണ് വനംവകുപ്പിനോട് പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കുക എന്നതാണ് അടുത്ത നടപടി. അതിലേക്ക് കടക്കും. നമുക്ക് ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് മടങ്ങി വരാം.